കർക്കിടക മാസമല്ലേ ഇനി വരാൻ പോകുന്നത്. അപ്പം ഈ സമയത്ത് നമ്മൾ വെളുത്തുള്ളി, അത് നല്ല ഗുണമുള്ളതാണ് നമുക്ക് വെളുത്തുള്ളി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ ഒരു സമയത്ത് പല വീടുകളിലും വെളുത്തുള്ളി വെച്ചിട്ട് പല ഡിഷസും പരമ്പരാഗത രീതിയിൽ തയ്യാറാക്കാറുണ്ട്. അപ്പം നമുക്കിന്ന് ആ ഒരു രീതിയിൽ ഒരു ചമ്മന്തിപ്പൊടി ആയാലോ? അതെ, വെളുത്തുള്ളി ചമ്മന്തിപ്പൊടി. ഇത് ചോറിനായാലും ദോശയ്ക്കായാലും ഇഡ്ഡലിക്കായാലും എല്ലാം ഈ ഒരു സ്പൂൺ മതിയാകാം. ആ രുചി നമുക്ക് ഒരിക്കലും മറക്കാനും പറ്റുന്നതായിരിക്കത്തില്ല. അപ്പം നമുക്ക് ഇന്ന് അതെങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ? അതെ, അതിന് വേണ്ടി നമ്മളൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു. അതിലേക്ക് നമ്മൾ കുറച്ച് വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളുത്തുള്ളി എത്രയുണ്ടോ അത്രയും നമുക്ക് നല്ലതായിരിക്കും. അപ്പം നിങ്ങൾ വെളുത്തുള്ളിയുടെ ക്വാണ്ടിറ്റി കൂട്ടി തന്നെ എടുക്കുക. അതിനുശേഷം നമ്മളിതൊന്ന് നല്ല ബ്രൗൺ നിറം ആകുന്നത് വരെ ഇതൊന്ന് നമ്മളൊന്ന് റോസ്റ്റാക്കി എടുക്കുക. അധികം കരിച്ചൊന്നും കളയല്ല, എല്ലാം നമ്മൾ സിമ്മിലിട്ടിട്ടാണ് എടുക്കുന്നത്. അതിനുശേഷം എരിയില്ലാത്തതും എരിയുള്ളതുമായിട്ടുള്ള സ്പൈസസ് വേണമെങ്കിൽ മാത്രം നിങ്ങൾ എരിയുള്ളത് ചേർത്താൽ മതിയാകും. എരിയുള്ള നമ്മൾ ഇതുകൂടി അതിലേക്ക് ചേർത്തിട്ടുണ്ട്, വറ്റൽമുളക് കൂടെ. പിന്നെ നിങ്ങൾക്ക് കുരുമുളക്, ഈ ഒരു സമയത്ത് നമ്മൾ കുരുമുളകൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഐറ്റമാണ്. അപ്പം നിങ്ങൾ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ, ഞാനിവിടെ എരിക്കുള്ള വറ്റൽമുളക് കൂടി ചേർത്തത് കൊണ്ടാണ് കുരുമുളക് ചേർക്കാഞ്ഞത്. അതല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്, അത് നല്ലതാണ്, ആ ഒരു കുരുമുളകിൻ്റെ മണമൊക്കെ. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് അതുപോലെ തന്നെ ഉഴുന്ന് പരിപ്പ്, പിന്നെ കടലപ്പരിപ്പ്, ഈ രണ്ടും കൂടി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ക്വാണ്ടിറ്റിയും നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടിയോ കുറച്ചോ എടുത്തിട്ട് വെളുത്തുള്ളി വേണമെങ്കിൽ കൂട്ടിയെടുക്കാം. അതൊക്കെ ഞാൻ പറഞ്ഞില്ല, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റം വരുത്താവുന്നതാണ്. ഇതും നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ എല്ലാം നമ്മൾ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. എല്ലാം സിമ്മിൽ തന്നെ ആക്കിയെടുക്കുക. അതിനുശേഷം അത് വേറൊരു പാനിലേക്ക് മാറ്റി വെക്കുക. പിന്നെ നമ്മൾ അതിന് ശേഷം കറിവേപ്പില നല്ലതായിട്ട് വാഷ് ചെയ്ത് ഒന്ന് വെള്ളം മാറിയതിന് ശേഷം നമ്മൾ നല്ലതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അത് പച്ചമണം, ആ കറിവേപ്പിലയുടെ പച്ചമണം ഒക്കെ മാറുന്ന രീതിയിലാക്കും. പിന്നെ ഞാനിത് കായം പൊടിച്ചാണ് ഇതിലേക്ക് ചേർത്തത്. നിങ്ങൾക്കതല്ല, കട്ടക്കായമായിട്ടല്ലെങ്കിൽ കായപ്പൊടിയാണെങ്കിൽ അത് ഇത് പൊടിച്ചെടുക്കുന്ന സമയത്ത് കായപ്പൊടി ചേർത്തിരുന്നാലും മതിയാകും. അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റം വരുത്താവുന്നതാണ്. അപ്പം നമ്മൾ ഇതും ചേർത്തിട്ടുണ്ട്. നമ്മൾ ഇതെല്ലാം ഒരു പാനിൽ മാറ്റി ഇനി നമ്മൾ ഇതിലേക്ക് ഉപ്പ് കല്ലുണ്ടെങ്കിൽ നിങ്ങൾ ഉപ്പ് കല്ല് തന്നെ ചേർക്കുക. ഉപ്പ് കല്ലില്ലെങ്കിൽ മാത്രം ഉപ്പ് പൊടിയായിട്ട് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കുക. പിന്നെ ഓവറായിട്ട് നമ്മൾ നൈസ് പൗഡർ ആക്കരുത്, ചെറിയൊരു തരിതരിപ്പോട് കൂടി വേണം നമ്മൾ ഇത് എടുക്കാൻ. പിന്നെ നമ്മൾ ചോറിനൊപ്പൊക്കെ ആണെങ്കിൽ ഇതിനകത്തിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് എണ്ണയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ഇതിന് ദോശയുടെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. നമ്മുടെ സവാളയൊക്കെ ആഡ് ചെയ്ത് ഉത്തപ്പം പോലുള്ള ദോശയാണ്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ഒരു പൊടി ഉണ്ടല്ലോ, ഈ ഒരു പൊടിയും കൂടെ നല്ല രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലൂടെ ഞാൻ നെയ്യ് ഒഴിച്ചു. നിങ്ങൾക്ക് നെയ്യോ ഓയിലോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതല്ല, ഇഡ്ഡലിക്കായാലും സൈഡ് ഡിഷായാലും ചോറിൻ്റെ കൂടെ ആണെങ്കിൽ ഇത് നന്നായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കണം. ഓക്കെ, താങ്ക്